താലൂക്ക് അദാലത്തുകൾ വഴി ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പൊതുപരാതി അദാലത്തിനു പുറമെ ഓരോ വകുപ്പുകളും പ്രത്യേകമായി അദാലത്തുകൾ നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതായി കൊല്ലം താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മന്ത്രി പറഞ്ഞു. തദ്ദേശം, തീരദേശം, വനം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അദാലത്തുകൾ മികച്ച വിജയമായിരുന്നുവെന്നും പരാതികളുടെ എണ്ണത്തിൽ കുറവ് വന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ തെളിവാണെന്നും കെ.എൻ. ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. പരമാവധി പരാതികൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്ന് പരിപാടിയിൽ അധ്യക്ഷയായ മന്ത്രി ജെ. ചിഞ്ചുറാണി പറഞ്ഞു. അദാലത്തിന്റെ ഭാഗമായി കൊല്ലം താലൂക്കിൽ ലഭിച്ചത് 1191 പരാതികൾ. ഇതിൽ 572 എണ്ണം പരിഗണിച്ച് മറുപടി ലഭ്യമാക്കി, 84 എണ്ണം തീർപ്പാക്കി. അദാലത്ത് ദിവസം മാത്രം 360 പരാതികളാണ് ലഭിച്ചത്. ചില ആളുകളൊന്ന് പറയുമ്പോൾ അതിന്റെ സന്തോഷം നമുക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പറയുന്നത് പരിഹാരം കിട്ടിയവർ വളരെ കുറച്ചേ പറയാറുള്ളൂ. പിന്നെയും പരാതി അവശേഷിക്കുന്നവരാണ് എപ്പോഴും പറയുക, അത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ പരാതി ഒരു വളരെ സീനിയറായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ റവന്യൂ രേഖയിലെ പരാതി പരിഹരിക്കാനായിട്ട് 30 വർഷമായിട്ട് നടക്കുകയാണ്. പുനലൂർ താലൂക്കിലാണ്. അത് ഇതാദ്യമായി പരിഹരിച്ചു എന്ന് പറഞ്ഞത് ഞാൻ എടുത്തു പറയണം. അദ്ദേഹത്തിന്റെ റവന്യൂ വകുപ്പിന്റെയും അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെയും വളരെ വലിയ ബന്ധമുള്ള ആളാണ്. പക്ഷെ പരിഹരിക്കാനായിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇവിടെ 70ഓളം റേഷൻ കാർഡ് നൽകുന്ന ഒരു പരിപാടി ഇന്നുണ്ട്. റേഷൻ കാർഡുകൾ തരം തിരിച്ച് നിങ്ങൾക്കറിയാം. സാധാരണക്കാർക്ക് കിട്ടേണ്ട റേഷൻ കാർഡുകൾ പലപ്പോഴും കിട്ടാതെ വരുന്ന, തരം മാറിക്കൊടുക്കുന്ന, അതിൻ്റെ ഗ്രേഡ് അല്ലെങ്കിൽ ഏത് തരം എന്നുള്ളത് മാറിക്കൊടുക്കുന്ന പ്രശ്നമുണ്ട്. നമുക്ക് സംസ്ഥാനത്താകെ ആയിരക്കണക്കിന് റേഷൻ കാർഡുകളുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഇവിടെ 70-ലധികം ആളുകൾ റേഷൻ കാർഡുകൾ അവർക്ക് അർഹമായ റേഷൻ കാർഡ് എന്ന നിലയിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ അദാലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയെ സംബന്ധിച്ചുള്ള പരാതികൾ വരും. അതിനകത്ത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്.